ഓക്കെ അടിപൊളി. ഓക്കെ ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ എടുപ്പിക്കണോ? ലാസ്റ്റ് സ്റ്റെപ്പ് ഇല്ല, ഇത് നമുക്ക് ചെയ്യുന്നല്ലേ ഉള്ളൂ. അല്ല എന്റെ ബാക്കി വേറൊരു പാട്ടും കൂടെ ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അല്ല ഇതിന്റെ ബാലൻസ് 2 ഷോട്ട് നമുക്ക് കാശ്മീരിൽ ചെയ്യാം. കാശ്മീരിലോ? 2 ഷോട്ട് നമുക്ക് ലണ്ടനിൽ ചെയ്യാം. ഓക്കെ. സിംഗപ്പൂർ ഒന്ന് പറഞ്ഞു നോക്ക്. പോയിട്ടില്ലല്ലേ? ഇല്ല. പോകാ, ഈ സിനിമയല്ലേ കൈ കിടക്കുന്നത്. ഒരു വിലയില്ലേ? സിംഗപ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ പോക്കറ്റിലെ പൈസ മൊത്തം തീർന്നു പോകുന്നു. പ്രൊഡ്യൂസർ, നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ട്. ഡയറക്ടർ വിക്രമൻ, ഷൂട്ടിംഗ് എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു സാർ. ഇപ്പൊ ഡാൻസ് കഴിഞ്ഞതേ ഉള്ളൂ, ഒന്ന് കാണണ്ടായിരുന്നു. എന്തൊരു രസമായിരുന്നു. വെരി ഗുഡ്. അല്ല എനിക്കൊരു വേഷം തരാന്ന് പറഞ്ഞാണ് എന്റെ ഒരു 6 കോടി രൂപ ഇതിനകത്ത് ഇറക്കിയിട്ടിരിക്കുന്നത്. പക്ഷെ ഇതുവരെ എന്നെ വേഷത്തിന് വിളിച്ചില്ല. സാറേ നമ്മളെ മറ്റേ പറഞ്ഞ വേഷം കൊടുക്കാല്ലേ സാർ? പിന്നെ അത് കൊടുക്കണം, അതല്ലേ കൊടുക്കാവൂ. വലിയ വേഷം. ഓക്കെ, താങ്ക് യു. മേക്കപ്പ് ചെയ്യിപ്പിക്കട്ടെ സാറേ? അതെ, ഇയാളെ നമ്മളെ പ്രൊഡ്യൂസറാണ്, അറിയാലോ. വലിയ വേഷമാണ്, മറ്റേ ചെയ്ത് വിടണം. ഓക്കെ സാർ, വലിയ വേഷമാണ്. ഈ ഡയലോഗ് ഒന്ന് പഠിച്ചോളൂ കേട്ടോ. സാർ ആ ഡയലോഗ്. അതെ സാർ ഇവിടെ സാർ ഇവിടെ പോകും. എവിടെ സാറിന്റെ സൗകര്യത്തിൽ ചെയ്തു കൊടുക്കും. അല്ല ക്യാമറ ഇവിടെ ഇനി വെക്കണ്ടേ? ഇത്ര നേരം എവിടെയായിരുന്നു വെച്ചേ? ഇവിടെ ഇരിക്കുവേ. അപ്പൊ ഡാൻസ് കളിച്ചപ്പോഴോ? അതിന്റെ അകത്തൊരു ആണി കളയ കിടക്കും. ഞാൻ കുലിക്കിട്ട് ഓണാക്കിട്ടില്ലേ? ഒരു കോപ്പ് കിട്ടിയിട്ടില്ല. അതെന്നെ പരിപാടി. നിങ്ങൾ ക്യാമറ അപ്പൊ ഡാൻസിന് റീടേക്ക് എടുക്കണ്ടേ? അപ്പൊ റിഹേഴ്സൽ അല്ലായിരുന്നോ? റിഹേഴ്സൽ അല്ല, ഞാൻ ആക്ഷൻ പറഞ്ഞത്. നിങ്ങൾ എന്താ കാണിച്ചത്? ഇനി ഇപ്പൊ ചൂടാകല്ലേ? ഒരു ഒറ്റ അറിയാതെ നമുക്ക് ഒന്നും കൂടെ ചെയ്യാന്നത്. ഒരു കാര്യം, ഞാൻ മരത്തിന്റെ മേളിൽ പാൻ ചെയ്ത് നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഡാൻസിന്റെ സീക്വൻസ് കഴിഞ്ഞിട്ടുള്ള സീൻ എടുക്കാം. മരത്തിന്റെ മുകളിൽ ഇത് CC ക്യാമറയല്ല, 35 ലക്ഷം രൂപ വിലയുള്ള സാധനം. ഇത് താഴോട്ടങ്ങനെ ചാടിയ സാറ് സമാനം പറയോ? ഇപ്പൊ എവിടെ വെക്കണത്? ഒരു കാര്യം ചെയ്യാം, അവിടെ തന്നെ ഇരിക്കട്ടെ. ഇത് വേറെ ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, മനസ്സിന് കുളിരടിയിക്കുന്ന ഒരു കാര്യം പറയാൻ വന്നോ. അടി വന്നിട്ടുണ്ട്. നടി വന്നിട്ടുണ്ടോ? അതിനൊക്കെ ഉണ്ട്. ആണോ? വരാൻ പറയൂ. ഞാൻ പറഞ്ഞു. ഞാൻ ഡയറക്ടർ. ഫാദറാണ്. ഏത് പള്ളിയിലെ? പള്ളിയിലല്ല, നായികയുടെ അച്ഛനാന്ന് പറയായിരുന്നു. ഓഹോ, നായിക. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ആണോ? അപ്പൊ മോക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സാർ, എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള കാരവാൻ. അച്ഛാ വേറെ പ്രശ്നമുണ്ടേ. ക്യാരവാനായിട്ട് വലിയ സെറ്റപ്പ് ഒന്നും അല്ല. പുറകിൽ ഒരു ടാർപ്പ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ അയ്യോ, എനിക്കൊന്നും പറ്റത്തില്ല. അല്ല കുഴപ്പമില്ല. അയ്യോ, ഞാൻ ഡ്രസ് മാറുന്നത് എല്ലാവരും കാണില്ലേ? ധൈര്യമായിട്ട് മാറിക്കോ. ഒരു മനുഷ്യൻ കാണത്തില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ പെട്ടിരി പരിപാടിയല്ലേ. കുഴപ്പമില്ല കുഴപ്പമില്ല. ടാർപ്പ വലിച്ചു കെട്ടിയേക്കോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത സീക്വൻസ് എടുക്കാം. നായം വരുന്നുണ്ട് കേട്ടോ സാർ. ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. സാധനം എടുക്കും സാധനം എടുക്കും സാധനം എടുക്കാൻ സാധനം എടുക്കും. ഫൈൻഡേ ഉള്ളു കേട്ടോ. എന്താ ഇത്? സാധനം സാധനം സ്ക്രിപ്റ്റ് എന്താ ഇത്? ലൊക്കേഷൻ തന്നെയാണോ? ഫസ്റ്റ് സീൻ ക്ലൈമാക്സ് ആണ്. ഫസ്റ്റ് സീനാ? ഓക്കെ. ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട. ഈ സീൻ മാറ്റാം. ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ. ഇതെന്താ ഇങ്ങനെ? അയ്യേ ഇത് വേണ്ട, അത് പോട്ടെ. ഇത് വേണ്ട ഇത് വേണ്ട വേണ്ട. സത്യം പറയുന്നത് ശരിയല്ല, ഇതൊന്നും വേണ്ട. ഇതൊക്കെ എടുത്ത് ഊരക്കള. ക്ലൈമാക്സ് സീനാ സാറേ അത്. അയ്യോ സാർ, സാർ ഇത് നമ്മുടെ ക്ലൈമാക്സിലാണ് സാർ ഇങ്ങനെ വലിച്ചു കളഞ്ഞു. സാർ നമുക്കൊരു പാട്ട് ഡാൻസ് സീൻ എടുക്കാനുണ്ട്. അതിന്റെ 2 സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. ക്യാമറ. സോറി ചോദിച്ചോട്ടെ, ഇതിൽ നായിക പുതിയ കുട്ടിയാണ് സാർ. പുതിയ കുട്ടിയാ? ഞങ്ങള് ടിക്ടോക്കിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ഞങ്ങള് ഓഡിഷൻ നടത്തി തെരഞ്ഞെടുത്തതാണ്. ആ നായിക വിളിക്കും. കുട്ടി വരാൻ പറ. നായിക വരൂ. ഫീൽഡ് ക്ലിയർ. ഫീൽഡിലാണ്. ഇങ്ങോട്ട് മാറും. എന്റെ മനുഷ്യൻ അങ്ങോട്ട് പോടോ. ക്യാമറ വെച്ചെറിയോട്ടോ. അമ്മാച്ചി അമ്മാച്ചി. സാധാരണ പടം കഴിഞ്ഞിട്ടാ ഈ പരിവാകുന്നത്. ഇത് പടത്തിന് മുമ്പ് ഇങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വലിയ വേഷം എന്ന് പറഞ്ഞു. അയ്യോ പ്രൊഡ്യൂസർ. അല്ല സാറേ, അത്
ഡയലോഗ് ഒന്ന് പറഞ്ഞ സാർ. ഡയലോഗ് പ്രൊമറ്റ് ചെയ്തെന്നാ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ താൻ തിരുനെൽവേലി ആളലോകത്തിന്റെ മകൻ സുത്രപാണ്ഡി. തിരുനെല്ലിവേലി ആളത്ര മകൻ സുട്ട പറഞ്ഞാണ്ടി. പഠിച്ചിട്ട് വാ. ഒന്ന് സഹകരിക്കണം, ഒന്ന് പഠിച്ചിട്ട് വാ. ക്യാമറ ഇതെങ്ങനെ റോൾ ചെയ്യണേ? റോളിംഗ് ആക്ഷൻ. കൺഗ്രാചുലേഷൻ. മോണിറ്ററിലൊന്നും കണ്ടില്ല ഞാൻ. അല്ല ഇതിന്റെ അകത്ത് എടുത്തില്ല. എന്നൊന്നും വിചാരിക്കരുത്. അല്ല അതെ, ഇപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. സാർ സാർ വളരെ നന്നായിരുന്നു സാർ. താങ്ക് യു. ആ പിന്നെ മോള് പുതിയതുകൊണ്ടാവാം 2 സ്റ്റെപ്പിന് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി. മോണിറ്ററിൽ നോക്കൂ. ആകെ 2 സ്റ്റെപ്പേ കിട്ടിയിട്ടുള്ളൂ. മോണിറ്ററിൽ നോക്കൂ. അത് കണ്ടുവരുമ്പോ അത് മനസ്സിലാവും സാറേ. അതെ അത് മാറ്റി ചെയ്യിപ്പിച്ചാലേ. മാറി നിൽക്കൂ. ഇല്ല, ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. മോണിറ്റർ സാധനം കാണിച്ചു കൊടുക്കുമ്പോ സാറേ 3ാമത്തെ സ്റ്റെപ്പാ സാറേ. 3ാമത്തെ. നിങ്ങളാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഷൂട്ട് ചെയ്ത സാധനം CD ഇട്ട് കാണുക. വെറുതെ നിങ്ങളെ പൈസ കളഞ്ഞു. ഇതുണ്ടോ രണ്ടുപേരും? ഓക്കെ ഇപ്പൊ കണ്ടല്ലോ, മനസ്സിലായില്ലേ? ഇനി എന്തോ എടുക്കണം സാറേ? റൂം എടുക്കണം. അല്ല ഞാൻ അടുത്ത ഷോട്ട് എടുക്കണം. അടുത്ത ഷോട്ട് ഫൈറ്റ് സീൻ അങ്ങ് എടുത്താലോ സാറേ? ഫൈറ്റ് സീൻ എടുക്കാം. ഫൈറ്റേഴ്സ് വരൂ. ഫൈറ്റ് തുടങ്ങണം. മാസ്റ്റർ തോണ്ട വരുന്നു. ഹലോ മാസ്റ്റർ. നമുക്ക് അടുത്ത സീക്വൻസ് സ്റ്റണ്ട് ആണ്, ഫൈറ്റ് ആണ്. ഫൈറ്റിന്റെ 2 സീക്വൻസ് നമുക്ക് എടുക്കണം. അപ്പൊ ഈ നായകനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോ? സാർ ഈ നായകയുടെ വീട്ടിലേക്ക് നായകൻ കടന്നു ചെല്ലുകയാണ് സാർ. അപ്പൊ ഒളിച്ചോടാൻ വേണ്ടി. അപ്പൊ ഇവിടെ ആങ്ങളമാര് വളഞ്ഞിട്ട് തല്ലുന്നതാണ് സീൻ. അതെ. മംഗളമാരെല്ലാം എത്ര പേര് കാണും? ഒരു 10-16 പേര് കാണും. 16, 20. ഓക്കെ. സംഭവം ഇത്രയേ ഉള്ളൂ. നായകൻ നായകയുടെ വീട്ടിലേക്ക് ചെയ്യുന്നു. നായിക ഇറങ്ങി വരുന്നു. അപ്പൊ ആങ്ങളമാര് വരുന്നു, കൂട്ടേടിയാകുന്നു. ഓക്കെ. അപ്പൊ നായകൻ നായകക്ക് പിടിക്കാൻ നേരത്ത് അപ്പൊ നായകയുടെ സഹോദരൻ ഒരു മാരക ആയുധവുമായി വന്ന് നായകന്റെ പുറകിൽ അടിക്കുന്നു. എന്ത് മാരകായുധം? എന്തായിരിക്കും മാരകായുധം? ദൂരല്ലോ. അല്ല നിങ്ങൾ മാസ്റ്റർ അല്ലേ? അതെ, സ്കൂളിലെ മാസ്റ്ററാണ്. സ്കൂളിലെ മാസ്റ്റർ? പണ്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നേ. അമ്മ അവിടെ നിന്ന് റിട്ടയർഡ് ആയപ്പോഴത്തേക്ക് അവിടുത്തെ സാറുമാരും ഞാനും തമ്മിൽ ഭയങ്കര ഫൈറ്റ് ആണ് എപ്പോഴും. നാട്ടുകാരും ഞാനും ഭയങ്കര ഫൈറ്റ്. അങ്ങനെ ഫൈറ്റ് എനിക്ക് തോന്നിയ ഒരു ഫൈറ്റ് മാസ്റ്റർ ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഈ ഫൈറ്റ് ഞാൻ കിടക്ക് കാണിച്ചു. അല്ല കിടക്കണം, അടിപൊളിയാക്കും. ഇതെങ്ങനെ എങ്ങനെ എടുക്കണം? നമ്മൾ ഡൂപ്പിനെ വെച്ചാ എടുക്കുന്നത്. അപ്പൊ സാറിന് ഇപ്പൊ പറ്റത്തില്ല. എഫക്റ്റ് വേണം കേട്ടോ. എഫക്റ്റ് ഒക്കെ ഉണ്ടെന്നേ. എഫക്റ്റിന് വേണ്ടി സിംഗപ്പൂർ എന്നൊരു സാധനം കൊണ്ടുവന്നു. അസിസ്റ്റന്റ് എഫക്റ്റ് വരണം. ഇതിലടിച്ചു കഴിഞ്ഞാൽ പൊടി പടരം അപ്പൊ നായകനെ ഇങ്ങനെ നായികയെ പിടിക്കാൻ പോകുന്നു. നായികയുടെ സഹോദരൻ വന്ന് വീണ്ടും ഫീൽഡ് ഔട്ട് ആയി. ആടിനൊക്കെ അടിച്ച് മാറ്റി. ആടല്ല ഡ്യൂപ്പ് ചെയ്യുന്ന ആളല്ലേ? അല്ല, ഇതിന് വേറെ വലിയ ഐറ്റം ഉണ്ട്. എന്തോ ചെയ്യും സാറേ? ഇതൊക്കെ നമുക്ക് എങ്ങനെ ഫൈറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും? ഇതൊന്നും നടക്കില്ല. നാളെ ചെയ്യാം സാറേ. പിന്നെ എന്ത് ചെയ്യും? ബ്രേക്ക് വിശക്കുന്നു സാറേ. ബ്രേക്ക് പറഞ്ഞാലോ? അത് പറഞ്ഞപ്പോഴോ ഞാൻ ഓർത്ത്. സാർ നമുക്ക് ബ്രേക്ക് ചെയ്താലോ? ബ്രേക്ക് വേണ്ട, അതിന് നല്ല ഡിസ്കോ ആയത്. അതല്ലെന്ന് ഫുഡ് ബ്രേക്ക്. സാറേ എനിക്ക് അങ്ങോട്ട് വരാമോ? വീട്ടിലല്ലോ. ഇല്ല ഭക്ഷണം വന്നോ? വയറ് നിറച്ച് ആഹാരം കൊടുക്കണേ. ആ ശരി കഴിഞ്ഞല്ലേ, പിന്നെ എന്തെങ്കിലും കരയുന്നത്? അച്ഛാ എനിക്ക് പപ്പടം കിട്ടിയില്ല. പപ്പടം കിട്ടിയില്ല. എന്റെ മുഖത്ത് പപ്പടം കൊടുത്തില്ലേ?
പപ്പടം നായകന് മാത്രമേ ഉള്ളൂ, നായികക്ക് പപ്പടം ഇല്ല. കാരണം എന്റെ മോള് ഹലോ ശകലം പപ്പടം കൊടുത്തു. പപ്പടമല്ലേ തകർന്ന് തരിപ്പടായി കിടക്കണത്. ഇനി എന്തിനാണ് വന്നത്? പോകേതല്ല പിന്നെ പപ്പളം കിട്ടി